ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു റീഡിംഗ് വ്ളോഗുമായിട്ടാണ്. The book is Babel by R.F. Kuang. So നിങ്ങൾക്ക് കാണാമല്ലോ, ലൈക്ക് 90 pages ഞാൻ ഓൾറെഡി വായിച്ചു ആൻഡ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനിത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല എനിക്കിത് ഇത്രയും എൻജോയബിൾ ആവുമെന്ന്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഇത് വായിക്കാൻ തുടങ്ങിയത്. ആൻഡ് ദെൻ ഞാൻ ഒരു ചാപ്റ്റർ വായിച്ചു. ഫ്രം ദെൻ ഐ വാസ് ഹുക്ഡ്. ടോട്ടലി ഇൻവെസ്റ്റഡ് ആയിരുന്നു ഞാൻ ഇതിൽ. എനിക്ക് ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നി. ലൈക്ക് ഐ നീഡഡ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സോ നൗ ഐ എം ഓൺ പേജ് 90 ആൻഡ് ഐ എം so interested in this book. 500+ pages ഉണ്ട് ഇതിൽ. And the font, look, see the font, it's so small. അപ്പോൾ എനിക്കിത് യൂഷ്വലി ഇങ്ങനത്തെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ടേക്സ് ലോട്ട്സ് ഓഫ് ടൈം. ഞാൻ വിചാരിച്ച പോലെയല്ല, ഭയങ്കര ഈസിയാണ് ഇത് വായിക്കാൻ. ഞാൻ വിചാരിച്ചു ഭയങ്കര കട്ടി ലാംഗ്വേജ് ആയിരിക്കും, ലൈക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ വേണ്ടി വരും, ചില പാരഗ്രാഫ്സ് ഒക്കെ റീഡ് ചെയ്യേണ്ടി വരും മനസ്സിലാവാൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ബട്ട് അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. സോ എനിക്കിത് വായിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഐ കുഡൻ സ്റ്റോപ്പ്. ഈ വീഡിയോ എടുക്കാൻ പോലും ഞാൻ ലൈക്ക് റീതിങ്ക് ചെയ്തു, ഇന്നിപ്പോൾ കുറച്ച് വായിച്ചാലോ അതോ വീഡിയോ എടുക്കണം, അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഞാൻ ഇതിന്റെ ബുക്ക് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി ബുക്ക് 2 ആണുള്ളത്. ഇതിലെ മെയിൻ ക്യാരക്ടറാണ് റോബിൻ. റോബിൻ വളർന്നത് ചൈനയിലെ ഒരു ചെറിയ സ്ഥലത്താണ്. അപ്പൊ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഹിസ്റ്ററിക്കൽ ഏരിയയിലാണ്. അപ്പൊ ആ ഒരു സമയത്ത് ആ നാട്ടിൽ ആരും തന്നെ എഡ്യൂക്കേറ്റഡ് അല്ല. അവന് സ്പെഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ലേഡി ഉണ്ട്. അതുപോലെ തന്നെ അവന് ഒരുപാട് ബുക്സ് ആരോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബുക്സ് ഒക്കെ ലേൺ ചെയ്തിട്ട് അവന് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം. അപ്പോഴാണ് അവരുടെ നാട്ടില് ഒരു കോളറ വന്നിട്ട് അവന്റെ മദറും ഗ്രാൻഡ് പാരന്റ്സും ഈ ട്യൂട്ടർ ചെയ്തിരുന്ന ലേഡി എല്ലാവരും തന്നെ മരിക്കണം. അപ്പോൾ പിന്നെ അവനും സിക്നെസ് ഉണ്ട്. അവൻ മരിക്കാനായ നിലയിലാണ് ഒരു പ്രൊഫസർ അവനെ തേടി വരുന്നത്. എന്നിട്ട് ആ പ്രൊഫസറാണ് അവനെ രക്ഷിച്ച് UK കൊണ്ടുവരുന്നത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് ഈ പ്രൊഫസറാണ് ഇവന് ബുക്സ് സെൻഡ് ചെയ്തിരുന്നതെന്നും പ്രൊഫസറാണ് ഈ ലേഡിയെ അവനെ ട്യൂട്ടർ ചെയ്യാൻ വേണ്ടി വെച്ചതെന്നൊക്കെ. എന്തിനാണെന്നൊന്നും റിവീൽ ചെയ്തിട്ടില്ല. ആൻഡ് ദെൻ അവൻ UK പോയതിനു ശേഷം ഈ പ്രൊഫസർ അവനെ ട്രെയിൻ ചെയ്യാണ് ലാംഗ്വേജസ് പഠിക്കാൻ. അപ്പൊ അവൻ പഠിക്കുന്നത് ലാറ്റിനും ഗ്രീക്ക് ലാംഗ്വേജ് ഒക്കെയാണ്. പഠിക്കുന്നതിൽ നിന്ന് ഒരു തരി പോലും ശ്രദ്ധ തെറ്റാൻ അയാൾ സമ്മതിക്കാറില്ല. സോ അവനെ ഈ UK കൊണ്ടുവരുമ്പോൾ തന്നെ അവനെ കൊണ്ട് പ്രോമിസ് ചെയ്ത കാര്യം അതാണ്, അവന് ഷെൽട്ടർ കൊടുക്കും, അവന് ഫുഡ് കൊടുക്കും, അവന് ബുക്സ് കൊടുക്കും. ആൻഡ് ഇൻ റിട്ടേൺ അയാൾക്ക് കമ്മിറ്റ്മെന്റ് വേണം ടു ലേൺ. സോ UK എത്തിയതിനു ശേഷം ഹീ ഈസ് ഇൻ ദ വേൾഡ് ഓഫ് ലേണിംഗ്. സോ ഇയാള് ഡെയിലി അവനെ ട്രെയിൻ ചെയ്യാണ് ലാംഗ്വേജസ് പഠിക്കാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലോട്ട് അവനെ എൻട്രി കിട്ടുകയാണ്, അവൻ ഈ ലാംഗ്വേജസ് പഠിച്ചതിന് ശേഷം. അപ്പൊ ഈ ഓക്സ്ഫോർഡ് ഓഫ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന്റെ ബിഗിനിങ്ങിൽ ഒരു മാപ്പ് തരുന്നുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിന്റെ. ഇതാണ് ബേബൽ. ഇതാണ് അവർ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ബേബൽ എന്ന് അറിയപ്പെടുന്നത് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. ബേബലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബേബലിൽ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് പല സ്ഥലത്തു നിന്നും വരുന്ന ആൾക്കാർ, പല ഒറിജിനിലും പല മദർ ടങ് ഉള്ള ആൾക്കാർ. കാരണം ഇത് ട്രാൻസ്ലേഷനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് തന്നെ കൊളോണിയലിസം എന്നൊരു വിഷയത്തിനെ പറ്റിയിട്ട് ഇതിൽ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ ബേബലിൽ ആക്സെപ്റ്റഡ് ആവുമ്പോൾ ഇവന് 3 ഫ്രണ്ട്സ് ആണുള്ളത്. ഒന്ന് ഒരു മെയിൽ ആയിട്ടുള്ള റെമി, അവൻ കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ദെൻ 2 ലേഡീസ് ആണ് അടുത്തത്. സോ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അവനും അവന്റെ കൊളീഗ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതാണ്. എഫ് ക്വാങ് ഈ ബുക്കിൽ കൊളോണിയലിസം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒരുപാട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഇന്ത്യൻ സബ്ജക്ട് മാറ്റർ ഒക്കെ ഡീൽ ചെയ്യുന്ന ഒരു അടിപൊളി ബുക്കാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പോയി വായിക്കും, അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. ലൈക്ക് എനിക്കറിയാം, ഐ തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ഓൾ ടൈം ഫേവറേറ്റ് ആസ് ഓഫ് നൗ. ഇനി എങ്ങനെയാണ് ഇനി കഥ മുന്നോട്ട് പോകുന്ന അറിയില്ല. ബട്ട് ഐ ഹാവ് ഹേർഡ് ഗുഡ് റിവ്യൂസ് ആൻഡ് ഓൾസോ ഐ നോ ദിസ് ഇസ് ഗോയിങ് ടു ബി ഇമോഷണൽ. പിന്നെ നമുക്ക് ഇതിൽ മനസ്സിലാവും റോബിൻ എന്ന ക്യാരക്ടറിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. ആൻഡ് ഓൾസോ എന്തൊക്കെയോ തരത്തിലൊരു റെബല്യൻ ഇതിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓദർ ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. സോ മേ ബി ഓദർ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇത് തെറ്റാണെന്നുള്ള രീതിയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിസ്റ്റോറിക്കൽ സെറ്റിംഗിൽ സെറ്റ് ചെയ്ത് ഒരു ഫാന്റസി ബുക്കും കൂടെ
അതുകൊണ്ട് തന്നെ ഇതിൽ മാജിക് എലമെന്റ്സ് ഉണ്ട്. ഇതിൽ വേൾഡ് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടില്ല. സോ ഐ നോ സംതിങ് ഇസ് റിലേറ്റഡ് ടു സിൽവർ. സോ ഇവരുടെ കയ്യിൽ ഒരു സിൽവർ ബാർ ഉണ്ട്. UK ഒരുവിധ എല്ലാ ആൾക്കാരുടെ കയ്യിലും സിൽവർ ബാർ ഉണ്ട്. ഈ സിൽവർ ബാർ വെച്ചിട്ടാണ് മാജിക് ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും വേൾഡ് ബിൽഡിംഗ് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. മേ ബി ടുവേർഡ്സ് ദ എൻഡ് വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആവാം. സോ ഐ വിൽ അപ്ഡേറ്റ് യു വൺസ് ഐ മേക്ക് പ്രോഗ്രസ്. ഞാനൊരു റീഡിങ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ബേബലിൽ 400 പേജസ് വായിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ബുക്ക് 1 ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ബുക്ക് 1 ശേഷം ബുക്ക് 2ഉം ബുക്ക് 3ഉം കുറച്ച് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ബട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ബോറിംഗ് ആയിരുന്നു. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ വേൾഡ് ബിൽഡിങ്ങും ലാംഗ്വേജൊക്കെ കുറച്ച് കോംപ്ലെക്സ് ആണെന്ന് മനസ്സിലായത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ഇതിലെ ക്യാരക്ടേഴ്സ് ആണ്. ആൻഡ് ഇഫ് യു ലവ് ദ ക്യാരക്ടേഴ്സ് ഐ എം ഷുവർ യു ക്യാൻ ഗോ ത്രൂ ദിസ് ഈസിലി. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. ഒരുപാട് ഫുഡ് നോട്ട്സ് ഉണ്ട് ഇതിൽ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ബട്ട് ഇതുപോലത്തെ ഭയങ്കര ചങ്ക്സ് ഓഫ് ഫുഡ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അറിയില്ല ഫുഡ് നോട്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ. ചിലതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, ചിലതൊക്കെ ഞാൻ വായിക്കും. ഐ തിങ്ക് ഓതറിന് നമുക്ക് നല്ലൊരു ഐഡിയ തരണം ശരിക്കും നമ്മൾ എന്തിലോട്ടാണ് കടക്കുന്നത്. ലാസ്റ്റ് 100 പേജസ് വിൽ ബി സോ പ്ലോട്ട് ഹെവി. അപ്പോൾ അതിലോട്ടുള്ള ആ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ട് നമ്മളെ ബിൽട്ടപ്പ് ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ബിലീവ് മീ ദ ജേർണി വാസ് സോ ഹാർഡ്. ഓവറോൾ തോട്ട്സ് പറയുകയാണെങ്കിൽ ഐ നോ ഇപ്പോഴും എൻ്റെ ഗട്ട്സ് പറയുന്നത് ഇറ്റ്സ് എ 4.5 stars, ക്ലോസ് ടു 5 stars. കാരണം ഇപ്പോഴും അതിൻ്റെ ആ ചാമിങ് എഫക്റ്റ് പോയിട്ടില്ല. നമ്മളിതിൽ ഫോളോ ചെയ്യുന്ന ക്യാരക്ടർ റോബിനാണ്. സോ റോബിനെ ചുറ്റിപ്പറ്റിയുള്ള ക്യാരക്ടേഴ്സും അവൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഓതറിനെ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഹൗ ഷീ ബാലൻസസ് ദിസ്, കുറച്ച് എൻ്റർടൈനിങ് ആവണം, ഒരു ഇൻഫോർമേറ്റീവ് ആവണം അബൌട്ട് ദ വേൾഡ് ബിൽഡിംഗ്. എല്ലാം തന്നെ ഷീ ഹാസ് ഡൺ ഇൻ ദിസ് ഹോൾ ബുക്ക്. സോ അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. ബാക്ക് ടു ദ സ്റ്റോറി. റോബിൻ്റെ ബേബലിൽ ഭയങ്കര ഒരു സേഫ് ഫീലിംഗ് ആയിരുന്നു. ഹി ലവ് ബുക്സ്. അപ്പോൾ അവന് എത്തിയിരിക്കുന്നതും അങ്ങനെ വേൾഡ് ഓഫ് ബുക്സ് ടു ലേൺ സ്റ്റഡി. അവൻ എന്താണോ ആഗ്രഹിച്ചത് അത് അവനക്ക് കിട്ടുന്നത്. അവനും അവൻ്റെ ആ റുട്ടീൻ വളരെ അധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റോറി ഒരു ട്വിസ്റ്റ് എടുക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി ഉണ്ട്, ഒരു സീക്രട്ട് സൊസൈറ്റി. അപ്പോൾ ആ സീക്രട്ട് സൊസൈറ്റി ഓഫ് കോഴ്സ് വർക്കിംഗ് എഗെയിൻസ്റ്റ് ബേബലാണ്. അപ്പോൾ ബേബൽ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനെതിരെയാണ് ഈ സീക്രട്ട് സൊസൈറ്റി. അവരെ തന്നെ ഹേംസ് സൊസൈറ്റി എന്നാണ് വിളിക്കുന്നത്. അവർ ഒരുപാട് കോൺസ്പിറസി മെനയുന്നുണ്ട്. ഈ ഹേം സൊസൈറ്റി ഭയങ്കര സീക്രട്ടാണ്. ഇതിലെ മെമ്പേഴ്സിനെ പറ്റി അവരെന്നെ റിവീൽ ചെയ്യുന്നില്ല. അപ്പോഴാണ് റോബിന് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഫോം ചെയ്യുന്നത്. ഹേം സൊസൈറ്റിക്ക് വേണ്ടത് സിൽവർ ബാർസ് ആണ്, ടു ഡു മാജിക്. സോ ഏറ്റവും കൂടുതൽ സിൽവർ ഉള്ളത് ബേബലിലാണ്. അപ്പോൾ അത് സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹേം സൊസൈറ്റി ഓരോ അംഗങ്ങളും ട്രൈ ചെയ്യുന്നത്. സോ അതിന് ഇവന് ഹെൽപ്പ് ചെയ്യൽ തുടങ്ങും റോബിൻ. സോ റോബിന് അറിയാം അവൻ ചെയ്യുന്നത് ഡേഞ്ചറസ് ആണെന്ന്. ബട്ട് സ്റ്റിൽ അവനെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വയ്യ. അവന് എന്തോ ഒരു കണക്ഷൻ അവരോട് ഫീൽ ചെയ്യണം. അവൻ ഈ സീക്രട്ട് സൊസൈറ്റി ഹെൽപ്പ് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം അവന് തന്നെ മനസ്സിലാവുകയാണ് ഇംഗ്ലണ്ട് ചെയ്യുന്നത് ബാഡാണെന്ന്. കാരണം ഇംഗ്ലണ്ട് ഈസ് ഡൂയിങ് എവറിത്തിങ് ടു ബെറ്റർ ദംസെൽവ്സ്. മറ്റുള്ള രാജ്യത്തു നിന്നും കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഇവരുടെ ഇംഗ്ലണ്ട് തന്നെയാണ് ഇതിന്ന് ബെനിഫിറ്റ് ആവുന്നത്. സോ റോബിന് ശരിക്കും എതിരായിരുന്നു അവർ ഈ ചെയ്യുന്ന കൊളോണിയലിസം തിയറി. അതുകൊണ്ടാണ് റോബിനും അതിലൊരു പാർട്ടാവുന്നത്. ആസ് എ റീഡർ വി വിൽ ബി ഓൺ ദ എഡ്ജ്. കാരണം എപ്പോഴാണെങ്കിലും പിടിക്കപ്പെടാം. ആ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു. നമുക്ക് എപ്പോഴും വായിക്കുമ്പോൾ ഒരു പേടി, നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും. സോ ഐ ലവ്ഡ് ഓൾ ദോസ് ഫാക്ടേഴ്സ്. വേൾഡ് ബിൽഡിംഗ് ആണ്, ഭയങ്കര കോംപ്ലെക്സ് ആണത്. സോ ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിൽവർ ബാർസ് ആണ് ഇവരുടെ മെയിൻ വേൾഡ് ബിൽഡിംഗ്. സോ സിൽവർ ബാർസ് യൂസ് ചെയ്തിട്ട് മാജിക്.
അപ്പോൾ അതിന് ബേബൽ സ്റ്റുഡൻസിനെ അത് കഴിയുള്ളൂ. കാരണം ഇതിന് ലാംഗ്വേജസിനെ പറ്റിയിട്ട് ഡീപ്പ് നോളേജ് വേണം. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മാജിക്ക് വർക്കാക്കുന്നത്. സോ അതുകൊണ്ടാണ് ബേബലാണ് ഇതിൻ്റെ മെയിൻ താവളം. ലൈക്ക് സിൽവേഴ്സിൻ്റെയും ലൈക്ക് ഈ മാജിക്കിൻ്റെയും എല്ലാത്തിൻ്റെയും താവളം ബേബലാണ്. അപ്പോൾ ബേബലാണ് ഇംഗ്ലണ്ടിനെ ഇത്രയും കൂടുതൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഹേം സൊസൈറ്റി ബേബലിനെതിരെ ഒരു വാർ പോലെ ആക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഐ വിൽ ബി അപ്ഡേറ്റിംഗ്. I have completed part 4. It was so emotional. So many things happened. Like book 4ന്റെ അവസാനം so many കാര്യങ്ങൾ സംഭവിക്കും, which is so hard to digest. And അതൊരു ഭയങ്കര സങ്കടമുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ പോലെയാണുള്ളത്. ലൈക്ക് ഈ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്താ വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് സോ ഇമ്പാക്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് റിട്ടൺ വെരി വെൽ. ഹലോ, സോ എ റീഡിങ് അപ്ഡേറ്റ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. കാരണം എനിക്കിതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. ഇമോഷണലി ഇതെന്നെ ബ്രേക്ക് ചെയ്തു. എനിക്ക് എന്താ പറയണ്ടേ, എന്താണ്, എൻ്റെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്. എനിക്കും ഞാനൊരു ഹാങ് ഓവറിലാണ്. ഐ എം കംപ്ലീറ്റ്ലി തിങ്കിങ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മേ ബി ഒരു 1 day ഒക്കെ വേണ്ടി വരും ഇതിൻ്റെ ഈ കിക്കൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ആൻഡ് അത്രയും ഒരു ഇമ്പാക്ട്ഫുൾ ആയ ഒരു എൻഡിങ് ആയിരുന്നു. ലൈക്ക് ഐ എം സോ ബ്ലോൺ അവേ ബൈ ദിസ് ബുക്ക്. റൈറ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജ്. കാരണം ഒരു റീഡറിനെ ഇത്രയും ഇൻഫോർമേഷൻസ് ഡംപ് ചെയ്തിട്ട് എങ്ങനെ എൻ്റർടൈനിങ് ആയിട്ട് ക്യാരക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇത്രയും തിക്കായിട്ടുള്ളൊരു ബുക്ക് വായിപ്പിക്കാം എന്നുള്ള അതാണ് ഈ ഓതർ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സിനായിട്ടും നമ്മൾ ഒരുപാട് കണക്റ്റഡ് ആയി പോകും. അവർ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് യു വിൽ ബി എൻഗേജ്ഡ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. പക്ഷേ ഇതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഡംപ് ചെയ്തിട്ടുണ്ട്. സോ മേ ബി ചിലവർക്ക് ഇത് ഭയങ്കര ബോറിങ് ആവാം. ലൈക്ക് ടുവേർഡ്സ് ദ മിഡിലാണ് കൂടുതലായിട്ട് ആ ഇൻഫോർമേഷൻസ്. ബട്ട് സ്റ്റിൽ ഷീ നോസ് ഹൗ ടു എൻ്റർടൈൻ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ കുറേ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, എന്നാൽ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇൻഫോർമേഷൻസ് ബോറടിപ്പിക്കുമെങ്കിലും ലൈക്ക് ത്രൂ ഒരു ചാപ്റ്ററിൽ ചിലപ്പം സ്റ്റാർട്ടിങ്ങിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ബട്ട് നെക്സ്റ്റ് ചാപ്റ്റർ വുഡ് ബി സോ മച്ച് എൻ്റർടൈൻമെൻറ്റ്. സോ അത് ഭയങ്കര ബാലൻസ് ആയിട്ടാണ് RF കോങ് ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് റെവല്യൂഷണറീസ്, അവർ ഒരു വലിയ സോഴ്സിന് എതിരെ ആക്ട് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സോഴ്സ്. ലൈക്ക് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ബ്രിട്ടനിലുള്ള ഒരു വലിയ ബേബലിനെതിരെയാണ് ഈ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള കുറച്ച് ടീനേജേഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതിലുള്ള റിസ്ക്, റിലേഷൻഷിപ്പ് എല്ലാം തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെ എൻഡിങ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതാ സ്റ്റക്കായിപ്പോയി. കാരണം എനിക്കറിയില്ലായിരുന്നു പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്താ ഇനി നെക്സ്റ്റ് ഞാൻ എന്താ കാട്ടേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു തരം ഹാങ് ഓവർ. ആൻഡ് ഞാൻ ഇപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ട് 2-3 മണിക്കൂറേ ആയിട്ടുള്ളൂ. സ്റ്റിൽ ഞാൻ എം തിങ്കിങ് അബൌട്ട് ദിസ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെ ഇത് പറഞ്ഞുതരാന്ന്. ഇത് വായിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഫീലിങ്സ് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുള്ളൂ അത്. അപ്പം ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്കറിയില്ല ഇനി എനിക്ക് അടുത്തൊരു ബുക്ക് എടുക്കാൻ പറ്റുമെന്ന്. കാരണം ചിലപ്പോൾ അങ്ങനെ ചില ബുക്സ് നമ്മൾ അത്രയും ഹിറ്റ് ചെയ്യും. നമുക്ക് പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേ ചെയ്യാനായിരിക്കും ഇഷ്ടം. ഈ ഒരു ക്യാരക്ടേഴ്സിൽ, ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിൽ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പുതിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മൂഡപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫീലിങ്ങിലാണ് ഞാനിരിക്കുന്നത്. ഷോർട്ടായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് അക്കാഡമിയ ഹിസ്റ്റോറിക്കൽ സെറ്റിങ്ങിൽ സെറ്റ് ചെയ്ത ബുക്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ച് റെവല്യൂഷണറീസ് സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതും ഇതിലുണ്ട്. അപ്പം അത്രേ പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ റാപ്പ് ചെയ്യാണ്. സോ നിങ്ങളിത് വായിക്കുക ആൻഡ് ടെൽ മീ അബൌട്ട് ദിസ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് I will see you with another video. Till then, bye bye and take care.